ഹലോ ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ മോൾ വരെ പോവാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ചോറ്റുപാത്രം പൊട്ടിപ്പോയി. അപ്പം ഞങ്ങൾ ചോറ്റുപാത്രം മേടിക്കാനാണ് മോളിൽ പോകുന്നത്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം കേട്ടോ. ഇതാണ്, ഞങ്ങൾ അല്ലഹസയിലാണുള്ളത്, സൗദിയിൽ. അപ്പോൾ അവിടുത്തെ മെയിൻ മോളിലൊന്നാണിത്. ഒത്തൈം എന്ന് പറയും. അല്ലഹസലുള്ള എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഇവിടെ എല്ലാം തന്നെ കിട്ടും കേട്ടോ. നല്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഡ്രസ്സ് ആയിക്കോട്ടെ, ചെരുപ്പുകൾ, ബാഗുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം സെൻറ്റർ പോയിന്റിലാട്ടോ പോയത്. ചോറ്റുപാത്രമാണ് ഉന്നം, പക്ഷെ എന്നാലും ഡ്രസ്സ് കണ്ടാൽ നമ്മൾ വിടത്തില്ലല്ലോ. അപ്പം നിറയെ കളക്ഷൻസൊക്കെ ഉണ്ട്. അല്ലെങ്കിലും കയ്യിൽ 5 പൈസ ഇല്ലാത്തപ്പം ഏത് ഷോപ്പിൽ കയറിയാലും അവിടെ അടാറ് കളക്ഷൻസ് ആയിരിക്കും. പക്ഷെ കാശ് വന്നിട്ട് പോയിക്കോ, അവിടെ ഒരു കളക്ഷൻസും കൊള്ളത്തില്ലായിരിക്കും. ഇതിപ്പം ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത് നല്ല നല്ല ഇതായിരുന്നു. പക്ഷെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് ഓഫറിൽ റേറ്റ് കുറച്ച് കിട്ടും. പിന്നെ അവിടെ നല്ല ഒരു മിറർ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും സെൽഫി എടുക്കുമായിരുന്നു കേട്ടോ. ഒരാൾ വരുമ്പോൾ പിന്നെ എല്ലാവരും വരുമല്ലോ, അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ ആണെങ്കിൽ മാക്സ്, സെൻറ്റർ പോയിൻറ്റ്, റെഡ് ടാഗ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസും ആണ്. റേറ്റും അത് ഡിപ്പെൻസ് ആണ്. ചില സമയത്ത് നല്ല റേറ്റ് ആയിരിക്കും, പിന്നെ തുണി അനുസരിച്ചിരിക്കും. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത കളക്ഷൻസൊക്കെയാണ് ഉള്ളത്. ഞാൻ ഈ ഡ്രസ്സുകളുടെയൊക്കെ എല്ലാ വീഡിയോകളും കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടിലുള്ളവർക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരിക്കും, സൗദിയിലേക്ക് വരാനുള്ളവർക്ക് അവിടെ എല്ലാ ഡ്രസ്സുകളും കിട്ടുമോ, എങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സായിരിക്കും, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാകും. അപ്പം എനിക്ക് എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നാട്ടിലുള്ള പ്രൊഡക്ട്സൊക്കെ അവിടെ കിട്ടുമോ എന്നൊക്കെ. പക്ഷെ നമ്മൾ അതോർത്തൊന്ന് ടെൻഷൻ അടിക്കണം. നമുക്ക് നാട്ടിലുള്ള പോലത്തെ തന്നെ ഡ്രസ്സുകൾ നമുക്ക് കിട്ടും. അതേപോലെയൊക്കെയുള്ള ഡ്രസ്സുകൾ എല്ലാം തന്നെ ഇവിടെ നമുക്ക് കിട്ടും. സൗദി കുറച്ചും കൂടി ഒരു എന്താ പറയുക, അത്ര ഇതല്ലാത്ത കൺട്രി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, സൗദിയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവുമോ, ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടാം, അങ്ങനെയൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടാകും. പക്ഷെ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ചില സ്ഥലങ്ങളിൽ സൗദിയിൽ ഇപ്പോഴും നിർബന്ധമുള്ള, അതായത് പർദ്ദ നിർബന്ധമുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അല്ലഹസയിലാണ്. ദമാമെന്നൊരു 1.5-2 മണിക്കൂറൊക്കെ ഉള്ളൂ. അപ്പം അവിടെ ഒന്നും നിർബന്ധമല്ല, പർദ്ദൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. അപ്പം ഇവിടെ എല്ലാം തരം ഷോപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ത്യയിലുള്ള പോലത്തെ തന്നെ ഡ്രസ്സുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയില്ലേ ഈ ഒരു മഗ് കാണാം. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ എടുക്കുന്നില്ല. പൈസ നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഇനി പോകുന്നത് റെഡ് ടാഗിലാട്ടോ. സെൻറ്റർ പോയിന്റിൽ നിന്ന് ജസ്റ്റ് നോക്കി ഒരു പാൻറ് എടുക്കാൻ നോക്കിയായിരുന്നു, പക്ഷേ ആഗ്രഹിച്ച് വന്നത് കിട്ടിയില്ല. ജസ്റ്റ് ഇട്ട് നോക്കി, പക്ഷേ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് അവിടെ തന്നെ വെച്ചു. അപ്പോൾ ഞങ്ങൾ റെഡ് ടാഗിലേക്ക് പോവാം കേട്ടോ. ഇത് ഏറ്റവും മേളിലാണ്, ഈ മോളുടെ ഏറ്റവും മേളിൽ കുട്ടികൾക്കുള്ള പ്ലേ സ്റ്റേഷനാണ്. കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള. ഇത് റെഡ് ടാഗിലേക്കായിരുന്നു പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡ്രസ്സുകളൊന്നും തന്നെ എടുത്തില്ല കേട്ടോ. ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി വെച്ചു പോന്നു. പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. കുറേ സ്റ്റോളുകളുണ്ട്. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആട്ടോ ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഒരു KFC എന്നൊരു ബർഗറായിരുന്നു എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ടിഫിൻ ബോക്സ് വാങ്ങിച്ചു. അങ്ങനെ പോകുന്ന വഴിക്കാട്ടോ ഞങ്ങൾ ഈ ഒരു ഫിഷിൻ്റെ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊരു ചെറിയൊരു ഷോപ്പാണ്. ഇത് ഒത്തൈൻ മോളിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാട്ടോ ഇതൊക്കെ ഉള്ളത്. പിന്നെ കുറേ പേർഷ്യൻ ക്യാറ്റ് ഉണ്ടായിരുന്നു. ഇവനെ കണ്ടു. ഇവന് ഭയങ്കര ക്രൂര മുഖമല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പൊതുവെ പൂച്ചകളെ ഇഷ്ടമില്ല കേട്ടോ. പേർഷ്യനെ പക്ഷെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമില്ല. ഞാൻ അവിടുന്ന് ഒരു ഫിഷിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫൈറ്ററിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു ചെറിയൊരു ബോളിൽ ഒരു ഫിഷിനെ വളർത്തണം എന്നുള്ളത്. അപ്പം ഞാനൊരു വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ബാത്ത് ആൻഡ് ബോഡിയുടെ ഇതിൽ ഷോപ്പിൽ കുറേ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് കയറി അതൊക്കെ ഒന്ന് നോക്കി വെച്ചു എല്ലാം. ഇപ്പം ഞാൻ ബാത്ത് ആൻഡ് ബോഡിയുടെ കുറച്ചിപ്പം ബട്ടർഫ്ലൈയുടെയും ജാപ്പനീസ് ചെറി ബ്ലോസത്തിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അത് ഫിനിഷായി കഴിഞ്ഞിട്ട് ഒന്ന് മാറ്റി പിടിക്കണം എന്നുണ്ട്. അപ്പം നല്ല ഏതാണെന്ന് വെച്ചാൽ ഒന്ന് നോക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാട്ടോ യൂസ് ചെയ്യുന്നത്. ബോഡി ലോഷനും ബോഡി വാഷൊക്കെ ഞാൻ ബാത്ത് ആൻഡ് ബോഡിയുടെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡിഫറെൻറ്റ് ബ്രാൻഡുകൾ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്.
പിന്നെ അവിടുന്ന് ഒരു 10:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നൈറ്റ് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. പിന്നെ ചില സമയത്ത് ഭയങ്കര ട്രാഫിക്കായിരിക്കും, അത് നൈറ്റ് ആണെങ്കിലും ഡേ ആണെങ്കിലും ഡിപ്പെൻഡ്സ് ദ സിറ്റുവേഷനാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ റൂമിൽ നിന്നൊരു 10 മിനിറ്റ് പോലും ഇല്ല കേട്ടോ മുകളിലേക്ക് പോകാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോറ്റുപാത്രം മേടിക്കാൻ വന്ന ആളെക്കാട്ടിനും ആണ് ഞാൻ ഒന്നും വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോയ ആളാട്ടോ ഒരു മീനിനെയായിട്ട് തിരിച്ചു വന്നത്. എപ്പോഴും അങ്ങനെയാണ്, പോണ ആളൊന്നും വാങ്ങിക്കില്ല, കൂടെ പോണ ആളായിരിക്കും എല്ലാം വാങ്ങിക്കുന്നത്. അത് എൻ്റെ കാര്യത്തിൽ സത്യം. അതുകൊണ്ടാണ് ഞാൻ എവിടെയും പോകാത്തത്. ഞാൻ പോയി കഴിഞ്ഞ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങി വരും. പക്ഷെ ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.